ഇപ്പൊ ലല്ലുമായിട്ട് ഒളിച്ചോടി ലല്ലുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ലല്ലുമായിട്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകും. ഇനി നമുക്ക് എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് നിന്റെ ക്രെഡിബിലിറ്റിയിലോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. അപരാധ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. സഫൂംഫി, ലല്ലുംഫി, വേറെ മെഗനസുംഫി, മറ്റേ ഫസ്ബിനുംഫി, ഇങ്ങനെ കുറെ ഊംഫികൾ ഊംഫി പോകുന്ന ഒരു യൂണിവേഴ്സ്. അപരാധം, അമ്മാതിരി അപരാധം. ഇവൻ അവളെ, അവൾ ഇവനെ, ഇവൻ അവളെ, മറ്റവൾ ഇവനെ, അങ്ങനെ ഇങ്ങനെ. ഇതിന്റെ ഇടയിലൊരു ജിമ്മനുണ്ട്, ജലൻ. വാവ്, അമേസിങ്, വാട്ട് എ ഫെന്റാസ്റ്റിക് അപരാധം. എങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നു? 3സം 4സം 5സം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഗാങ് ബാങ് എങ്ങനെ നടക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മാതിരി അപരാധം. താങ്ങാൻ പറ്റുന്നില്ല. ഓ, ഇത് പ്രത്യേക ഒരു വാർത്തെടുത്ത യൂണിവേഴ്സാണ്, ഒരു രക്ഷയില്ലാത്ത യൂണിവേഴ്സാണ്. ഇതിൽ ഇടയ്ക്ക് മെഹനാസ് വന്നിട്ട് കരഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് റിഫ മരിച്ചപ്പം ഇവൻ നാടകീയമായിട്ട് കരഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ സാധനം ഇപ്പോൾ സഫയ്ക്ക് അവിഹിതം ഉണ്ട്, ലല്ലുവിന്റെ അവിഹിതം ഉണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും അവൻ ഇറക്കി. അവൻ ഒന്നാം തരം ഫ്രോഡാണ്. ഇവനെപ്പോലെ ഒരു ഫ്രോഡ് ഈ പഞ്ചായത്തിൽ വേറെ കിട്ടൂല. ഏത് അവന്റെ പഞ്ചായത്തിൽ, വേറെ പഞ്ചായത്തിൽ ഇവനെപ്പോലെ ഒരു ഫ്രോഡ് കിട്ടൂല. ഇവനെ പോലെ മാത്രം തന്നെ. അങ്ങനെ ഒരു യൂണിവേഴ്സാണിത്. ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരു താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. പിന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് അപരാധത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. എന്തായാലും ഇന്നൊരു കൂട്ടം അപരാധമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന ലല്ലുംഫിയും സഫയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും ആ ഒരു വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയും ബെഡിലിരിക്കുന്ന ഫോട്ടോസ് പുറത്തു വരികയും ഒക്കെ ചെയ്തപ്പോൾ സഫ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സഫ, നീ ഒരു കില്ലാടി തന്നെ, കൊച്ചു കിറുമ്പി. എന്തായാലും എക്സ്പ്ലനേഷൻ കേൾക്കാം. ഞങ്ങൾക്ക് എന്ത് നാണം, നിങ്ങൾക്കല്ലേ നാണമില്ലായ്മ. കാക്ക വിളിക്കുന്നുണ്ട്, കാക്കയ്ക്ക് പോലും പിടിച്ചിട്ടില്ല. എടി, നീയൊക്കെ നാണവും മാനവും ഇല്ലാണ്ട് നിന്റെയൊക്കെ അപരാധങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കി. അവസാനം നാട്ടുകാര് നിന്റെയൊക്കെ ഉടായ്പകൾ കൈയോടെ തൂക്കി ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവന്മാരെല്ലാം കൂടി എടുത്ത് നിന്നെ അടിച്ചു ഓലത്തി അങ്ങ് വെച്ചപ്പോ നിനക്കൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ചോദ്യമല്ലേ? നിനക്കൊക്കെ നാണമില്ലാടാ ഞങ്ങളെ കുറിച്ച് ചോദിക്കാനെന്ന്. എടി, നാണവും മാനവും ഉളുപ്പില്ലാണ്ട് നീയൊക്കെ ഓരോ അപരാധങ്ങൾ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അത് കൈയോടെ നാട്ടുകാർ തൂക്കിയപ്പോ തിരിച്ച് ചോദ്യമല്ലേ? നിന്റെ അമ്മച്ചിയുടെ മകലോ എന്നെ കൊണ്ടൊന്നും തുറപ്പിക്കരുത്. തലയും പാലും മൂലമൊന്നും ഇല്ലാണ്ടല്ല വീഡിയോ വന്നിട്ടുള്ളത്. എന്തായാലും തൂക്കി ചുവന്ന കരങ്ങളിലേക്ക് അവനോട് അന്വേഷിക്കാം ആരാണ് അവനിക്ക് ആ വീഡിയോ ഇട്ടു കൊടുത്തത്. അവർക്കറിയാലോ കഥ എന്താ സംഭവം. അതെ. എന്തായാലും അവർക്കൊക്കെ കഥകൾ അറിയാം, പക്ഷെ നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ. അയ്യോ, നീ പച്ചവെള്ളം ചവച്ചരച്ച് കുടിച്ചിട്ട് തുപ്പുന്ന പിഞ്ചി പിള്ളേ. അപരാധങ്ങളെ കൊണ്ട് തോറ്റ്. ആരാണ് ആ വീഡിയോ അയച്ചതെന്ന് അവനോട് പോയി ചോദിക്കൂ. ഞങ്ങൾക്കറിയില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് ഇരുന്നേന്ന്. അറ്റ്ലീസ്റ്റ് അപരാധം പിടിക്കുമ്പോൾ വീഡിയോ എങ്കിലും എടുക്കാതിരിക്കും. ഒന്നും പണയാണില്ല. പിന്നെ നിർബന്ധിച്ചെടുത്തതായിരിക്കും. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് നീയും വിചാരിച്ചാണില്ല. സ്വാഭാവികം. നാളെ നമുക്കും പറ്റും. ഏതൊരു പോലീസുകാരനൊരു അബദ്ധം പറ്റും. അത്രയും ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും മംഗളാശംസകൾ. ഇനി വേറൊരുത്തി ഡയറി നടന്ന് രായ്ക്ക് രാമായണം മെഴുകുന്നുണ്ടായിരുന്നു. ഇവളുടെ ഡയറിയാണ് ഇതായിരിക്കണം. ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു ഫ്രം എന്തൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു. ഇതിനെ പറ്റിയിട്ട് ഇവർക്ക് ഡയറി എക്സ്പ്ലനേഷനിൽ പറയാനില്ല. ഇവളൊരു കുണച്ച് ഡയറി എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ വന്നിട്ട് പണ്ട് രാമൻ ശ്രീരാമൻ ഇതുപോലെ കടന്ന് മെഴുകുകയായിരുന്നു. എന്താ കണ്ണ പത്താങ്ക, ഇതെന്താ തത്തമ്മ തായ്ക്കണമ്മ കൗമേര പ്രായമായോ. പാവം അവിടെ നിന്ന് മെഴുകുക. ബിഗ് ഡേ 2026 ഫെബ്രുവരി. വാവ്, ജലൻ ഗീവ് ദ ബെസ്റ്റ് സെക്സ് എവിടെ. അപ്പോൾ ഈ അപരാധങ്ങളൊക്കെ കൈയോടെ തൂക്കിയപ്പോൾ എല്ലാത്തിനും മെഴുകൽ കുറച്ച് കൂടുന്നുണ്ട്. ഒരു അരുവിന്ന് സഭ മെഴുകുന്നു, മറ്റൊരരികെ ഫസ്മിനെ മെഴുകുന്നു. ഇതെല്ലാം കണ്ടും കൊണ്ട് ഞാൻ എന്തോ എൻ്റെ അപരാധം തൂക്കുന്നുണ്ടവാ. നമ്മളെ ഇങ്ങനെ പഞ്ഞിക്കിടലിടെ. ഞാൻ ഉള്ളതുപോലെ ഒന്ന് പറഞ്ഞു തരാം. സത്യമായിട്ടും അമ്മച്ചാണ്. അപ്പം നമ്മുടെ സഫക്കുട്ടി പറ, നിന്റെയൊക്കെ പേരുകൾ ഏതാണ്ട് എല്ലാം കൂടി ഒരുപോലിരിക്കുന്നു. എല്ലാവരും അത് ഇളയാണ്ട് ഒന്നിനും മനസ്സിലാവുന്നില്ല. നീ കേൾക്കും, നീ ലല്ലുലു എല്ലാം നീ കേൾക്കും. കിടന്ന് മെഴുകാതടി കൊച്ചു കുറുമ്പി കട്ടറും പെണ്ണക്കാതെ കുത്തുന്ന കുക്കു കെട്ടിൻ്റെ അടിന്നാട്ട് വലിച്ചിറക്കി വെളിയിലിട്ട് ലല്ലുഫിയെ. ഒന്നും അറിയത്തില്ല. പച്ചവെള്ളം വീണ്ടും ചവച്ച് കുടി. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്നാപ്ചാറ്റിൽ ഫുൾ ടൈം അവൈലബിൾ ആണ്. മെസ്സേജ് അപ്പൊ തന്നെ റിപ്ലൈ വരും. അങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ തൂക്കിയതാണല്ലേ? മനസ്സിലാവും. അതായിരുന്നു. അപ്പൊ സ്നാപ്ചാറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചാണ് ലല്ലുവിനെ നീ തൂക്കിയത്. അവനൊരു കില്ലാടി തന്നെ. എങ്ങനെയാടാ പറ്റുന്നു? എങ്ങനെ ഇതൊക്കെ സാധിച്ചു? നീ ഒരു അപരാധിയാണെന്ന് അറിഞ്ഞിട്ട് നിന്റെ പിന്നാലെ വീണ്ടും പെണ്ണുങ്ങൾ.
എങ്ങനെയാടാ ഒന്നും പോലും നമ്മുടെ ഒന്നും പിന്നാലെ വരുന്നില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അത്ര ഗ്ലാമർ ഇല്ല. അതായിരിക്കും മേ ബി റീസൺ. എന്നാലും ആർക്കെങ്കിലും ഒക്കെ അതായിരുന്നു. നീയൊക്കെ ഇങ്ങനെ കിടന്ന് അവരാധിക്കുന്ന കാണുമ്പോൾ കൊതിയാവുക. എന്നോട് ചോദിക്കണേ എന്തോ കാര്യമായിട്ട് പറഞ്ഞു. പോട്ടെ, അടുത്ത പണ. ലല്ലുമായിട്ട് ഒളിച്ചോടി ലല്ലുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ലല്ലുമായിട്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകില്ലേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ റിലേഷൻ എന്റെ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ വിട്ടുകൊടുക്കൂല. റിലേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ വിട്ടുകൊടുക്കൂല. അത് ആർക്കാണെങ്കിലും ഞാൻ വിട്ടുകൊടുക്കൂല. മനസ്സിലായി. അതിന് നീ എവിടെ വിട്ടുകൊടുത്ത്? നീ ഇവിടെ വിട്ടുകൊടുത്തില്ല, തൂക്കിയതാ. നീ വിട്ടുകൊടുത്തെന്നല്ല, ലല്ലുവിന്റെയും നിന്റെയും കുൽസിതം തൂക്കിയതാ. കൈസിന്റെ ചാനലിലാണ് ആ സാധനം ആദ്യം വന്നത്. കൈസിനാരോ അയച്ചു കൊടുത്ത് തൂക്കി സാധനം, അവസാനം മൂഞ്ചി. പിന്നെ നീ പറയുന്നില്ല ലേലുലു എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്, മെഴുകുന്നുണ്ട്, ഉരുളുന്നുണ്ട്, പരളുന്നുണ്ട്. തൂക്കി ചുവന്ന കരങ്ങളിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസുല്ലല്ല, സഫു. ഇനി ഫസൂഡിന്റെ മെഴുകലൊന്ന് കാണാം. രണ്ടിനെ നമുക്ക് മിക്സ് ചെയ്തൊരു കോംബോ പിടിച്ച് പോവാം. ഇനി നമുക്ക് എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് നിന്റെ ക്രെഡിബിലിറ്റിയിലോട്ട് പോകാം. ക്രെഡിബിലിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ ഡയറിയുടെ പേജ് നമ്മൾ കൊടുക്കാം. 2026 ഫെബ്രുവരി ജവാൻ ജോയിന്റ് അടിച്ചു. അതിന്റെ താഴെ കുറച്ച് ഈ ഡയറി ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരുടെ ഞാൻ പറയാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കട്ടെ. താഴെ ഒരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. നീ നിരത്തി അടിച്ചെന്നോന്ന് ഇങ്ങനെ തൂക്കി അടിച്ചിരുന്നു. അതാണോന്നും അറിയില്ല. എന്തായാലും നിരത്തി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നീ കണ്ടെത്തിയത് പറ. ഞാൻ കണ്ടെത്തിയതാണ്. അവരെല്ലാം നൈറ്റ് പോയി എന്ന് അതിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ആണോ? അയ്യോട്ടാ, അവരെല്ലാരും നൈറ്റ് പോയി അടിച്ചായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീട്ടിലായിരുന്നോ? അവര് പോയി അടിച്ചെന്തിനാടി നിന്റെ ഡയറിയിൽ എഴുതി വെച്ചേ? ബോധമില്ലാത്തവളെ. അവരടിച്ചെങ്കിൽ അവരെ ഡയറിയിലല്ലേ എഴുതണ്ടേ? എന്തിന് നിന്റെ ഡയറിയിൽ എഴുതി? നമ്മ കണ്ടോണ്ടിരിക്കണമാര് തീട്ടോ ചോദിച്ചിന്നു വിചാരിച്ചേ? അവർ എന്ന് പറയുന്ന ആൾക്കാർ ആരാന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നീ എങ്ങും മലത്തി കളഞ്ഞാന്. ഇനി എല്ലാം കൂടി അവരുടെ നെഞ്ചത്തോണ്ട് വെച്ചോളൂ. ആര്? നിനക്ക് താല്പര്യമില്ലല്ലോ, പറയടി. എല്ലാം പറയണം നിനക്ക് എന്താടി? അതും കൂടി പറഞ്ഞ എന്നിട്ട് വേണം അവരുടെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ. അതോടെ വീണ്ടും മൂഞ്ചു. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരുടെ സ്വന്തം നീ മൂത്രം ചവച്ചു കുടിക്കുന്ന പിഞ്ചു പിള്ള. നിനക്കൊന്നും അറിഞ്ഞോട്ടാ, നീ ഒന്നും യൂസ് ചെയ്യത്തില്ല. അയ്യോട്ടോ, അടിപ്പൊടി. എന്റെ ഫാമിലിയിൽ പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയാം. ആണ്. അപ്പൊ ഇവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം. ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇവളെ ചോദ്യം ചെയ്യണം. കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഇവളുടെ ഫ്രണ്ട്സ് ഉള്ളത് ഇവക്കും ഇവളുടെ ഫാമിലിക്കും കൃത്യമായിട്ട് അറിയാമെന്ന് ആണ് ഇവള് പറയുന്നത്. ആ സ്ഥിതിക്ക് ഇവളെ ഉറപ്പായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം. ആരൊക്കെയാണ് ഇവളുടെ കൂട്ടത്തിലുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് അവളുമാർക്ക് ഡ്രഗ്സ് കിട്ടുന്നത്, എല്ലാം കൃത്യമായിട്ട് ഇവള് തന്നെ ഇവിടെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നിയമപരമായിട്ട് ഇവളെ അറസ്റ്റ് ചെയ്ത് ഇവളെ ചോദ്യം ചെയ്യുക. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവളെ ചോദ്യം ചെയ്യുക. പിന്നെ ഇവളൊരു മൂത്രം ടെസ്റ്റ് ചെയ്ത ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗഞ്ചയുടെ ജോയിന്റ് അടിച്ച് അതൊക്കെ സമയാസമയം അപ്പോഴ് ടെസ്റ്റ് ചെയ്താലേ ബ്ലഡിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിരുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ബ്ലഡിലും കയറത്തില്ല. മനസ്സിലായോ? ഇവളൊക്കെ ലോക ഒന്നാം തരം ഉടായ്പകളാണ്. എനിക്കതേ പറയാനുള്ളൂ. ചുരുക്കി പറയാം, ഞാൻ ആദ്യമേ പറഞ്ഞതാ എല്ലാം ഉടായ്പകളാണെന്ന്. എന്തായാലും നിന്റെ മെഴുകൽ അങ്ങോട്ട് കോണ. ഇതെന്തുവാ? റെസീപ്റ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന്. അയ്യോ, എന്തായാലും മരീജന, ഒപ്റ്റിക്കസ്, കൊക്കൈന് ഒന്നും അയ്യോ നോട്ട് ഡിറ്റക്റ്റഡ്. എടി, ഒരു മാസം പോയി കഴിഞ്ഞ് വെറുതെ പോയിരുന്ന് ഉപയോഗിച്ചിട്ടേ, ഉപയോഗിക്കാതിരുന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് പോയി ചെക്ക് ചെയ്താൽ ഇതെങ്ങനെ നമ്മുടെ ബ്ലഡിൽ കാണത്തില്ല. ഇനി നീ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരെ പറഞ്ഞ് വസ്മിന എന്ന് പറഞ്ഞ് പേരും കൊടുത്തിട്ട് അവളെ മൂത്രം പിടിച്ച് ടെസ്റ്റ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. പറയാൻ പറ്റത്തില്ല. നീയൊക്കെ ലോക ഫ്രോഡുകളാണ്ടേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. DDRCയിലാണ് പോയിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ ഈ വിഷയം, ഇവളുടെ ഡയറി വിഷയം വന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ദിവസമായിട്ടും ഇവള് ചെക്ക് ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് ഒരു ചെക്കിങ്ങും ഒരു റിസൾട്ടും എടുത്തോണ്ട് വന്നിട്ട് ഈ കൊണ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം തരം ഉടായിപ്പെന്നേ ഞാൻ പറയത്തുള്ളൂ, സത്യം. എന്നിട്ട് വന്നിട്ട് കൊണയടിച്ച് വെളുപ്പിക്കുന്നത്. എടി, നീ തീർന്ന്, നീ എക്സ്പോസ് ആയി. ഇനി കിടന്ന് മെഴുകിയിട്ട് ഒരു കാണി ഓണില്ല. ഇനി സഫോ കുട്ടി പറ, നമുക്ക് ഇങ്ങനെ റിമിക്സ് ചെയ്ത് പോവാം രണ്ടുപേരുമായിട്ട്. എടി, വായിക്കാത്ത പഴം കുത്തിച്ചെരി ഇരുന്ന് ബബ്ബ എന്ന് പറയാറുണ്ട്. നേരെ ചൊവ്വ പറ. നീ ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ പോയി ഇടിച്ചിരിക്കും. വായിക്കാതെ പഴം വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നേരെ ചൊവ്വ കാര്യം പറയാൻ മതി. ആണോ? അയ്യോ, നിനക്കൊന്നിലും ഇപ്പൊ താല്പര്യമില്ലല്ലേ? നേരത്തെ എന്തായിരുന്നു ആവേശം? അയ്യോ, മെഹനൂനെ എക്സ്പോസ് ചെയ്യുന്നു, മറ്റവളെ എക്സ്പോസ് ചെയ്യുന്നു, മറിച്ചവളെ എക്സ്പോസ് ചെയ്യുന്നു. എന്താ ഇപ്പം ആ ഒരു ആവേശമൊന്നും ഇല്ലേ? എന്ത് വിചാരിച്ചെത്ര സബ്സ്ക്രൈബർ ഫോളോവേഴ്സും പൈസയൊന്നും കിട്ടുന്നില്ലേ? നാറുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള പൈസ കിട്ടുന്നില്ല. വസ്മിനാണെങ്കിൽ വാരി കൂട്ടിയിട്ടുണ്ട്, ലക്ഷങ്ങളുണ്ടാക്കി. ആണോ?
ആയിക്കോട്ടാ, നിങ്ങൾക്കെല്ലാം പേഴ്സണൽ ആണല്ലോ. ആദ്യം നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എടുത്ത് വെളിയിലിട്ട് അടിക്കുന്ന ആ ഒരു ആവേശം ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ എല്ലാം പേഴ്സണൽ ആയല്ലോ. അച്ചോട്ടാ ചുക്കുടു പാമ്പ്. എന്തായാലും നിന്റെയൊക്കെ യോഗം. ജനിച്ചപ്പോഴേ നിന്റെയൊക്കെ ലൂപ്പിൽ വരേണ്ടായിരുന്നു. ഒരു അപരാധിയായിട്ടും ഈ നാട്ടിൽ വാഴുന്നതിന്. കഷ്ടം. തോലിക്കട്ടി ഉണ്ടാടി നിനക്കൊക്കെ. ഒന്നും പണയണില്ല. ഇനി അനന്തുവിന്റെ ഒരു ക്ലിപ്പിലോട്ട് പോവാം. അനന്തു, നീ പറയടാ ചെറുക്ക. അക്കച്ച് കള്ളൻ കയറി ഇരിക്കുക. എക്സ്പോസിങ് ചെയ്തുകൊണ്ട് കാണുന്നുണ്ട് ഞാൻ. ഡിസംബർ 16 ഇതാണ് ആ ഒരു വീഡിയോ. POV യു ഫെൽ ഇൻ ലവ് അഗെയിൻ. ഇതാണ് ആ ഒരു വീഡിയോ. ഇതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നത് ഹി വോണ്ട് മീ ടു ഡാൻസ് സോ ഹിയർ വി ഗോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ വെക്കാം. അവിടെ എന്താണ്ട് കമന്റ് ജലൻ ഒരു കരയുന്ന സംഭവം ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ മൈൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത്തത്ത വന്നിട്ട് കമന്റ് അടിച്ചേക്കാടെ മൈൻ എന്നും പറഞ്ഞിട്ട് മൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഖനനമായിരിക്കും. കുഴിക്കാൻ പോകുന്നില്ലേ? ഏത് കുഴിക്കാൻ? മൈൻ കുഴിക്കാൻ പോവില്ലേ? മറ്റേ ഡ്രില്ലറൊക്കെ വെച്ച് കുഴി, അതായിരിക്കും ഉദ്ദേശിച്ചത്. ആ മൈനിങ് ആയിരിക്കും. നീ എന്തുവാടെ ആ മൈനിങ്ങിനെ ഷോർട്ടാക്കി മൈൻ എന്ന് പറഞ്ഞിട്ടാണ്. നീ തെറ്റിപ്പോയി എന്തു. കുഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാ. കുഴിക്കാൻ ഇങ്ങനെ ഡ്രില്ലർ ഇറക്കിയിട്ട് തറയിൽ കൂടി ഇങ്ങനെ കുഴിക്കില്ല. ആ പരിപാടിക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. നീ എന്തോന്നടേ ഇങ്ങനെ ഡാൻസ് എന്നും പറഞ്ഞിട്ടിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടപ്പോ മൈനെന്നും പറഞ്ഞൊരു ഹാർട്ട് ഒക്കെ കൊടുത്ത് വന്ന് കമന്റ് ഇടണമെങ്കിൽ ചില്ലറ കുഴിക്കാൻ പോയതാ. ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉള്ളത്. ഇല്ല, തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു കുഴിബന്ധമുണ്ട്. പ്രൂഫ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. എടാ, ഒരു കുഴിബന്ധം. കുഴിക്കുന്ന ബന്ധം. ഏത് ബന്ധം? കുഴിബന്ധം. കുഴിമന്തിയല്ല, കുഴിബന്ധം. കഴിഞ്ഞില്ല. നീ പറയടാ. 16 നമ്മുടെ ഇത്തന്റെ കയ്യിൽ ഒരു നീ എന്താ ദൃശ്യത്തിലെ കഥ പറയാൻ പോണ? എന്തേലും പറ. വരുണ്ണ കിട്ടൂ ഇപ്രാവശ്യമെങ്കിലും. പഠിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ ഒരു വിരലിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ടാറ്റു, F എന്ന് പറയുന്ന ഒരു ടാറ്റു? അല്ലെങ്കിലും വിരലിടുന്ന മീൻസ് ടാറ്റു അടിക്കുന്നത് കുറച്ച് ഹരമാണ്. പറ. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചായിരുന്നു? കാണിച്ചുതരാം. ഇത് ഡിസംബർ 26 ഇട്ട പോസ്റ്റ് ആണ്. റിപ്ലൈ ടു സം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ അക്ബർ ഖാന്റെ ടിൻഡർ ഇഷ്യൂ വന്ന സമയത്ത് അന്നേരം നോക്കുവാണെങ്കിൽ ഇതാണ്ടേ ഒരു ടാറ്റു നിങ്ങൾക്ക് കാണാൻ പറ്റും. F എന്ന് പറയുന്ന ഒരു ടാറ്റു ഈ വിരലിലായിട്ട്. പക്ഷെ ഡിസംബർ 23 ഇട്ട വീഡിയോ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ രണ്ട് കൈയിലും ടാറ്റു ഇല്ല. കണ്ടല്ലോ, രണ്ട് കൈയിലും ടാറ്റു ഇല്ല. ഡിസംബർ 26 ടാറ്റു ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ ടാറ്റു അടിച്ചിട്ടുള്ളത്. മേ ബി 23 എപ്പോഴെങ്കിലും എടുത്തായിരിക്കണം. 26 വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം അല്ലെ? അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഡിസംബർ 26 മുമ്പാണ് ഈ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോ ഇടയിൽ എപ്പോഴാണ് ടാറ്റു അടിച്ചിരിക്കുന്നത്? ഡിസംബർ 16 ലല്ലുവിന് ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിന്റെ അടി വന്നിട്ട് ജലൻ കമന്റ് ഇടുന്നു. അതിന്റെ അടി വന്നിട്ട് തിത്ത കമന്റ് ഇടുന്നു മൈൻ എന്നും പറഞ്ഞിട്ട്. നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇത് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എഫിന്റെ അടിയിൽ എന്തുവാടെ ഒരു വാല്. അല്ലെങ്കിൽ ഇവക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു എല്ല് കൂടുതലാണ്. അതുപോലെ എഫിന്റെ അടിയിലുള്ള വാലിട്ട് അത്രേ ഉള്ളു. നീ എന്തുവാടാ ഇങ്ങനെ? നമ്മൾ ഫസൂട്ടി അങ്ങനെയല്ല. ഞാൻ കണ്ട എന്റെ സ്വപ്നത്തിലെ ഫസൂട്ടി അങ്ങനെയല്ല. നിങ്ങൾ ആ എഫ് മാറ്റിയിട്ട് അതൊരു ജെ ആയിട്ട് കണക്കാക്കി നോക്കിയേ. ജെട്ടിയുടെ ജെ, എഫും ജെയും കൂടെ ചേർന്ന് ഒരു ടാറ്റു ആണ് അടിച്ചേക്കുന്നത്. ആരാണ് അപ്പൊ ഈ ജെ? അതെന്തായാലും മറ്റേ പയ്യനല്ലെന്ന് ചാച്ചി പറയുന്നുണ്ട്. അപ്പൊ ജെ ആരാണ്? ജെ അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിടെ കാമുകൻ എന്നോ ഫ്ലിങ് എന്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കൊണ്ടു കിടക്കുന്ന പയ്യന്മാരെയൊക്കെ ചിലപ്പം ടാറ്റു കയ്യിലടിച്ച് വെക്കുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. നവംബറിലാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്ന്. ഇതേ ജിമ്മിലെ ട്രെയിനറാണ് ഈ ജലൻ എന്ന് പറയുന്ന പയ്യൻ. എന്നിട്ട് ഡിസംബർ വരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നും പറയുന്നു. എന്നാൽ ഡിസംബർ 20 തുടക്കത്തിലാണ് ഈ ഒരു ടാറ്റു കയ്യിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20 മുമ്പ് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ അതേ ഡിസംബറിൽ തന്നെ ലല്ലുവിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ ലല്ലുവും വന്ന് കണ്ടിട്ടുണ്ട്. ലല്ലുവായിട്ടും ആ സമയത്ത് കോണ്ടാക്ട് ഉണ്ട്. അതിന്റെ തൊടുപുഴയിൽ ഒരു കുളം ഒരു കാറ് തള്ളി വിട്ടിരുന്ന ഞാൻ പ്രശ്നം അങ്ങ് തീർന്നേനെ. കോപ്പ് ദൃശ്യം പിടിച്ചേനെ. സിനിമ ആക്കാടാ. എന്നിട്ട് ടൈറ്റിൽ കൊടുക്കാം അപരാധംസ് എന്ന് പറഞ്ഞ് ടൈറ്റിലും കൊടുത്ത് സിനിമ ഇറക്കാനുള്ള വകുപ്പുണ്ട്. ഇന്ന് തന്നെ വീഡിയോക്കകത്ത് പുറത്തുവിട്ടതാണ്, നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും ഗൈസ്. ബ്ലർ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതങ്ങ് പുറത്ത് വിട്ടോളാൻ ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ് വരെ തരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പുറത്ത് വിട്ടേനെ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടില്ല? കുറച്ചു മുന്നേ കണ്ട ഈ സെയിം സാധനം അതേ കൈ നമ്മുടെ ജെ ആണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത് ഈ മസിൽ
ആരാണെന്ന്. 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ച് കുഞ്ഞ്. എടി നാണമുണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരെങ്കിൽ ഞാൻ ബ്ലർ ചെയ്ത് ഇതൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ, ഇതും പോരാ, ഇതൂടെ പിടിച്ചോ. കാരണം ഇത്രയും ചിലവ് മതിയോ? ഇനിയും നീ പറ, അവരുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ഇത്രയും കണ്ടപ്പോൾ ഞാൻ വെച്ച് രേണുസുതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നിപ്പോ. സത്യം. എന്തുവാണ് ഇത്? ഏതാ യൂണിവേഴ്സ്? രേണുസുതി നിന്നെ തോപ്പിച്ചോളാം ഇവരെല്ലാരും കൂടി. അടുത്ത ബിഗ് ബോസിൽ കാണുമായിരിക്കും ഇവരെല്ലാരും കൂടി. എല്ലാവരും കൂടി അവിടെ വേണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വെറുതെ വെളിയിൽ നടക്കേണ്ടവരൊന്നും അല്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് പോയി അപരാധിക്കേണ്ടവരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കടികൾ കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവർക്കും കിട്ടും, നമുക്കും കിട്ടും. ഗുൾസീത ഏത് അത് അപ്പൊ പറ, ഇനി ഫസൂട്ടി പറ. മെഴുകല് നിനക്ക് തിന്നിട്ട് 2 എല്ലിന്റെ ഇടയിൽ കയറി എന്റെ കൊണം നിനക്കുണ്ട്. അതങ്ങോട്ട് ഇപ്പൊ തീർന്നു കിട്ടും. ഉള്ളി തിങ്സ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആളിലോട്ട് അത് ഇടാണ്ടിരിക്കാം. ആണോ? അപ്പം നമ്മൾ ഈ ജെയിന്ന് പറഞ്ഞ എന്റെ ഫോളോയിങ്ങിൽ പോയിട്ടുള്ള ജെയിലോട്ട് പോവാണ്ടിരിക്കുക. ആൻഡ് ഒബ്വിയസ്ലി പോവാണ്ടിരിക്കുക കേട്ടോ. ആരും അങ്ങോട്ട് പോകല്ലേ. പോയി കഴിഞ്ഞാൽ എല്ലാം പുറത്താവും. നിങ്ങൾ ആരും അങ്ങോട്ട് പോകരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ എല്ലാ ഉടായ്പും പുറത്താവും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകരുത് കേട്ടോ. മനസ്സിലായി? നോട്ട് എ ഫൂൾ. ഞാൻ ഒരിക്കലും എന്റെ റിലേഷൻ ഉണ്ട് അങ്ങനെ ഒരാളുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ഫോളോ ചെയ്ത് വെക്കത്തില്ല. ബിക്കോസ് ഐ നോട്ട് എ ഫൂൾ. എനിക്കറിയാം എന്നെ ഉറ്റു നോക്കുന്ന ആണോ? നീ വിചാരിച്ച അതല്ല. അവനെ അൺഫോളോ ചെയ്യാതെ ഫോളോ ചെയ്ത് വെക്കുമ്പോൾ നാട്ടുകാർക്ക് ഡൗട്ട് തോന്നൂല എന്ന് നീ വിചാരിച്ചു. അവിടെയാണ് നിനക്ക് തെറ്റി. എനിക്ക് അടക്കം ആൾക്കാർ അയച്ചു തന്നു നിന്റെ ജലന്റെ പ്രൊഫൈല്. വല്ലാത്ത അവസ്ഥ തന്നെ. എന്തായാലും അവൻ ഇതിൽ വന്ന് പെട്ടതാണ് മൂഞ്ചിയത്. പാവം, അവന്റെ കരിയറും പോയി. വേറെ എവളവിടെ പോയിരുന്നെങ്കിൽ നീ 2 സ്പാ മസാജിൽ പോയി ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും നിന്നൊന്നും പറയില്ലായിരുന്നു. ഇതിന്റെ അവിടെ ഒക്കെ കടന്നെന്ന് ഈ മീൻസ് അപരാധങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നെന്ന് അറിയുമ്പോഴുള്ള ഒരു 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 ചീത്തപ്പേര്. അത് നിന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് ജലനെ. ഇതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെന്ന്. സോ ഐ വോണ്ട് പബ്ലിക്കലി അത് ഞാൻ അത്ര എവിഡന്റ് ആക്കി വെക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ആണോ? റോങ് ആൾക്കാരെ ഇന്റന്റ് ചെയ്ത് അവരുടെ ലൈഫ് കൊളാക്കൊണ്ടിരിക്കുക. ഇതിലില്ലാത്ത ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ദ ഗൈ ഹു വാസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഈസ് ഓൺലി 20 years old. അതൊരു ചെറുതാണ്. കുറച്ച് ഇംഗ്ലീഷ് എടുത്ത് മെഴുകി കഴിഞ്ഞാൽ നീ നല്ലവളാവൂലേ കേട്ടെ. അപരാധം മനസ്സിലാക്കുക. 25, he is 20. സോ അതുകൊണ്ടെന്ത് കേറൂലേ? ഏത് പ്രണയം അകത്തോട്ട് ഉള്ളിലോട്ട് അതുറപ്പിക്കല്ലേ. നന്മയുള്ള ഫസ്സിനെ അയ്യോടാ. അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് ഏജ് ഡിഫറൻസ് അത്ര ഉണ്ടായിരുന്നിട്ട് നിനക്ക് ഒരു കുറവുമില്ലായിരുന്നല്ല എന്റെ ജലനുട്ടോ. അനന്ത് വിട്ട ഫോട്ടോയ്ക്ക് ഉത്തരം പറയടി. എന്തെണ്ണാക്കി പിരി കിട്ടി എനക്ക്. നീ അവന് നേരത്തെ സ്ട്രൈക്ക് അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അവനെല്ലാം നിന്നെ പൊളിച്ച് അടുക്കുന്നുണ്ടാ. കളിക്കല്ലേ പെണ്ണേ കിളിപ്പെണ്ണേ കിനാവിൻ കൂടാരം ഒരിക്കലേ ലേ ലേ. പിടിച്ചതിലോട്ട് വലിച്ചിട്ടതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആണോ? നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? നീ ലല്ലും ഫീഡ് എല്ലാം കൂടി വലിച്ചു പുറത്തിട്ടപ്പോ നിനക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നോ? നീക്ക് എല്ലാ ഉടായ്പകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. പരസ്പരം ഉടായ്പകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും 100 വാങ്ങിച്ച ഉടായ്പകൾ. എന്റെ മിസ്റ്റേക്ക് പോലും അല്ല, വേറെ ആരുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ ഇത് ഷിബിലിയായിട്ട് ചെയ്തു വെച്ചതാണ്. ഷിബിലിയായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. സോ അതിന് കൊടുക്കാവുന്ന അപ്പുറം ഞാൻ കൊടുത്തിരിക്കും. എന്ത് കൊടുക്കും? നല്ല കൊടുക്കുന്നുണ്ടല്ലേ? മനസ്സിലായി. അതിപ്പം കുറെ കാര്യങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ലോണം കൊടുക്കുന്നുണ്ടെന്ന്. അത് വിട്. അടുത്തല്ലോട്ടോ സഫ. 2ന്റെ മെഴുകിൽ മിക്സ് ചെയ്ത് നമുക്ക് പോവാം. എന്റെ മോനെ എന്റെ കയ്യിലിരിക്കുമ്പോ എന്നെ തല്ലാന്ന് പറഞ്ഞെങ്കിൽ എന്റെ മോനെ അലറിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ മോനുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാടി. അപരാധങ്ങള്. എടാ എല്ലാവരും ഒരു പ്രായത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൂടായ്പകൾ കാണിക്കും. എന്നാൽ ലൈഫിൽ ഒരു കല്യാണം ഒക്കെ കഴിച്ച് സെറ്റിലായി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. മനസ്സിലായോ? എല്ലാവരും അപരാധം കാണിക്കുമെന്നല്ല ഞാൻ പൊതുവേ പറയുന്നതല്ല. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പ്രായത്തിൻ്റെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടും. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അപരാധം ഒന്നും കാണിക്കാതിരിക്കുക കേട്ടോ. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അതെങ്കിലും ചെയ്യും. അല്ലാണ്ട് ഈ താണ്ടികളൊന്നും നന്നാക്കാൻ നടക്കൂല. അനുഭവിച്ചവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ സത്യം പറയും മേനും എനിക്ക് ഇനി വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള സംഭവം. കാരണം കുട്ടിക്ക് അത്ര ആയിട്ടുള്ളൂ, 7 മാസം ആ സമയത്താണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ധൈര്യം ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഞാൻ മടുത്തോണ്ടായിരിക്കൂലേ. അതിനൊരു സാഹചര്യം മേനുമായിട്ട് ഇട്ടുന്നതാണ് ലല്ലുമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടം. നീയൊക്കെ ഒളിച്ചോടെ ഓടാതെ എന്തൊക്കെ ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാം കണക്കാണ്, എല്ലാം അപരാധങ്ങളാണ്.
ഇനി ഇതിനെയൊന്നും പറ്റിയിട്ട് പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. മറ്റവൾ നോട്ട് ഡിക്റ്റഡ് എന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടുകൊണ്ട് നടക്കും, ഒരു കുഴപ്പമില്ല, വെറും ഉടായിപ്പ കേട്ടെ. അതും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇതിനെയൊക്കെ പറ്റിയിട്ട് നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിനെയൊക്കെ ആ സെറ്റപ്പിൽ തട്ടി വിട്ടത്. ഇനി സഫ പറ. ഒരാള് കരഞ്ഞ് സെന്റ് അടിക്കാൻ നല്ല സുഖം, അതെനിക്കും പറ്റും. ഓണാക്കി വെച്ചിട്ട് നല്ലോണം ഇത് കരഞ്ഞ് എന്റെ ഫീലിംഗ് പിന്നെ അടിക്കാത്തുണ്ട് കരഞ്ഞെനിക്ക് തീർക്കാൻ നല്ലോണം അറിയാം. നീ കരയണം. എന്റെ കുട്ടീനെ എന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കിരുന്ന് കരയാനറിയാം. എന്റെ സെന്റ് അടിച്ച ആളുകൾ എന്റെ അടുത്തേക്ക് വരില്ലാന്നാണോ? നല്ലോണം വരും ആളുകൾ എന്റെ കൂടെ തന്നെ വരും. എത്ര തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വീഡിയോയിലെ ആൾക്കാർ എന്റെ അടുത്തേക്ക് വരും. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഉറപ്പില്ലാത്ത അമ്മമാർക്കും ഉറപ്പാ. അതുകൊണ്ട് ഞാനിത് ചിരിക്കാനുള്ള ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളിയായിട്ട് കണ്ടിട്ടുണ്ട്. ഫസൂട്ടി പറയടി. സഫയുടെ കാര്യം ഇപ്പൊ ഇറ്റ്സ് മീ ഗൈസിന്റെ യൂട്യൂബ് ചാനലിൽ സഫയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സഫയുടെ ലല്ലുവിന്റെ ഫോട്ടോസും വീഡിയോസ്. ടു ബി ഓണസ്റ്റ് എല്ലാം സത്യമായിട്ട് പറയുന്നതാണല്ലോ. ടു ബി ഓണസ്റ്റ് ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഇതിന്റെ ഉപരിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ റിയാക്ട് ചെയ്യായിരുന്നു. ബട്ട് നമ്മളൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. ആൻഡ് ഐ ടോൾഡ് ഹർ എനിക്ക് ഇനി അവളെ ശല്യപ്പെടുത്താനോ അവളുടെ കാര്യം ട്രബിൾ ചെയ്യാനോ താല്പര്യമില്ല. നീയല്ലേ ആദ്യം അവളും ഇവനും കൂടി അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എനിക്ക് അവളെ കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന്. അപരാധോടെ നിങ്ങൾ രണ്ടുപേരും കൂടി കമ്പനിയായി, മീൻസ് തോളി കൈയിട്ട് കിട്ടിയ പൈസ ഷെയർ ചെയ്തെടുത്ത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു എനിക്ക് അവളെ കുറിച്ച് പറയാനില്ല, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തെന്ന്. നീയാണ് ആദ്യം അവളുമായിട്ട് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി എഴുന്നള്ളി വന്നത്. എന്നിട്ടിപ്പം നിനക്ക് താല്പര്യമില്ലെന്ന് വാക്ക് കൊടുത്തെന്ന്. ഉടായ്പകൾ തന്നെ. പൊന്നാരം കൊണ്ട് പുസ്തകം പൊക്കിയപ്പോൾ നിന്റെ വീഡിയോ എക്സ്പോസ് ആക്കിയതാണ്. ഞാൻ കുറ്റം പറയത്തില്ല, ഹസ്ബൻഡ് ജെന്യൂനാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വിളിപ്പിക്കുക. എനിക്കറിയത്തില്ല, എന്നാലും ഓള് പാവോ. ഓള് പാവോ? മറ്റുള്ള പറയുന്നു ഞാനും കോംപ്രമൈസ് ആയി, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളികാരി അടിക്കൂല. എന്നാലും ഞാൻ മുന്നേ കണ്ടതായി ഫോട്ടോയൊക്കെ. അയ്യോ എന്ത് കമ്പനി രണ്ടും കൂടി അപരാധങ്ങള്. അവളായ അവളുടെ പാടായ അവൾ അനുഭവിച്ചു, അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി. ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞായിരുന്നു 1 മാസത്തിൽ കൂടുതൽ പോയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, 1 മാസത്തിനപ്പുറത്തോട്ടും പോയില്ല. സോ അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചോണ്ട് ഞാൻ ആ വിഷയത്തെ പറ്റി സംസാരിക്കത്തില്ല. അവളെന്ന് പറയുന്നത് അത് അവളല്ലെന്ന്, അവളെ മാല അല്ലെന്ന്. അവളെ മാല ശീലല്ല, ഗോൾഡാണ്, ഉരുവാണെന്ന് പറയുന്നുണ്ട്. ഇവളെന്ന് പറയുന്ന അവളെ തന്നെ ഞാൻ 1 മാസത്തിനകത്ത് നീ മുഞ്ചൊന്നും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്ത് അപരാധങ്ങളാണ് ഇതൊക്കെ. ചിരിക്കാനുള്ള വകുപ്പ്, ചിരി എല്ലാരും എടുത്ത്. സിൽവർ അത് അത് കണ്ടി ആയിക്കോട്ടെ, കള്ളം പിടിഞ്ഞു പിടിച്ചു എന്താന്ന് വെച്ചാൽ ചെയ്തു. ഇത് വീഡിയോ ഒരു ബന്ധം ഉണ്ടാക്കിയപ്പോ സിൽവർ അത് കണ്ടി. നിങ്ങൾ ഈ ഗോസിപ്പ് നോക്കിയിരിക്കുന്നവരാണോ? ഗോസിപ്പും കേട്ട് അവിടെ ഇവിടെ തോണ്ടാത്ത അപരാധങ്ങൾ നീയൊക്കെയല്ലേ ഒന്ന് വിളിച്ചേ. വീഡിയോ അല്ലോട്ട് വീഡിയോ മറ്റേ വീഡിയോ മറിച്ച വീഡിയോ എനിക്കൊന്നും ആണോ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ ക്ലാരിറ്റി. എടി നാണോ മാനോ ഉളുപ്പില്ലാത്ത അവളമാര്, നിനക്കൊക്കെ നാണോ മാനോ ഉളുപ്പില്ലേ? നിന്റെയൊക്കെ കൊണച്ച കാര്യങ്ങൾ വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയാൻ ഉളുപ്പില്ലേ നിനക്കൊക്കെ? എന്നിട്ട് വന്നിട്ട് കൊണ ഇങ്ങോട്ടടിക്കുന്നത്, മൂഞ്ചിന്ന് മനസ്സിലായപ്പോ കൊണ ഇങ്ങോട്ടടിക്കും. നിങ്ങൾക്കൊന്നും നാണമില്ല ഇതൊക്കെ കണ്ടോണ്ടിരിക്കാനെന്ന്. ഈ അപരാധികളൊക്കെ സബ് ചെയ്ത് വെച്ചിരിക്കുന്നവർ ആദ്യം മടൽ വെട്ടി അടിക്കണം. പാടം കാണുന്നുണ്ട്. ആരാണ് അവർക്ക് ആ വീഡിയോ ഇട്ട് കൊടുത്തത്? അവർക്കറിയാലോ കഥ എന്താ സംഭവം. കെണ്ടി എനിക്ക് പൊടി ചുമ്മാ തള്ളി മറിക്കാതെ ഓരോളെ തള്ളുകളുമായിട്ട് ഓരോന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലാബ് ടെസ്റ്റ് നടത്തി ഞാൻ റിസൾട്ട് എടുത്തു. അയ്യോ നിന്റെ റിസൾട്ടും വെച്ച് നീ അവിടെ ഇരി. ഞാനുള്ള കാര്യം പറയാം, ഇതെല്ലാം 1.5 916 സാധനങ്ങളാണ്. ഒന്നിനെ നമ്പരുത്, നമ്പിന ഓംഫിന, അത്ര എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി അപരാധങ്ങളാണ് ഇവളുമാർ ഈ പബ്ലിക്കിൽ കിടന്ന് കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള. ഇത്രയും വലിയ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഇവളുമാർക്ക് എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടുത്തെ നിയമത്തോട് പറയാനുള്ള, വസ്മിനെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സ് ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണെന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് വസ്മിനെ പിടിക്കുക, ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്തിട്ട് ഈ ഡ്രഗിന്റെ കേസിൽ ഒരു ഇത് കൊണ്ടുവരിക. അത് പോലീസുകാരാണ് അത് അന്വേഷിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ടത്, ബാക്കി ആരുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. എനിക്ക് അതേ മെയിനായിട്ട് പറയാനുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഈ ഒരു വിഷയം ചെറുതായിട്ട് വിടേണ്ടതല്ല, ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ റെനാസുനയുടെ സ്വർണ്ണക്കടത്ത് വിഷയമുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ആപ്പോപ്പ കേസായിട്ട് നമ്മൾ കണ്ടുവിടേണ്ടതല്ല. ഇതിനൊക്കെ തക്കതായ ഇത്രയും ഇതൊക്കെ ഇവളൊക്കെ വന്ന് പറയുന്നുണ്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, മാങ്ങയാണ് തൊലിയാണെന്ന്. എന്നിട്ട് ഇതിൻ്റെ ഒന്നും പിന്നാലെ അന്വേഷണം പോയില്ലെങ്കിൽ അത് ഇവിടുത്തെ വീഴ്ചയെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇതാരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. പോലീസുകാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അയക്കേണ്ടവർക്കൊക്കെ അയക്കുന്നുണ്ട് വീഡിയോ, എത്തേണ്ടവർക്കൊക്കെ എത്തട്ടെ. ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നടപടികൾ എടുക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.